ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, തകർന്നുപോയ കുടുംബങ്ങളെ, മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങളെ, ദുഃഖത്തിൽ ആണ്ടുപോയ കുടുംബങ്ങളെ, ഡിപ്രഷൻ ബാധിച്ച വ്യക്തികളെ, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ആശയമില്ലാത്തവരെ, ആത്മവിശ്വാസമില്ലാത്തവരെ, ആത്മധൈര്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് ആവഹിക്കപ്പെടട്ടെ. ശ്രുതികടെ ഒരുമിച്ച് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, കാലവർഷത്തിന്റെ കെടുതികളെ അനുഭവിക്കുന്ന കുടുംബങ്ങളെ, കാർഷിക തകർച്ച, തൊഴിൽ തകർച്ച, മത്സ്യബന്ധന തകർച്ച, സാമ്പത്തിക ഭാരങ്ങളാല് നട്ടം തിരിയുന്നവരെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതിയ വെളിച്ചവും പുതിയ വഴികളും ലഭിക്കുവാൻ കർത്താവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രസാദം ഈ ഹോളിലെ പ്രാർത്ഥിക്കുന്ന, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും നിറയട്ടെ, എല്ലാവരിലും നിറയട്ടെ. ഒരുമിച്ച് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവപ്രസാദം നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. കർത്താവ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ കണ്ണീരിന്റെ കാലത്ത് കർത്താവ് നിന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ അമ്മയുടെ ചിറകിലെ സാന്ത്വനത്തിന്റെ കരങ്ങളിലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ഒരുമിച്ച് എല്ലാവരും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Help those who have all kinds of troubles. കർത്താവിന്റെ വചനമാണ് 1 കൊരിന്ത്യർ 1:4. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവിൻ. ദൈവത്തിന്റെ വചനത്തിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലും കൃപാസനം നോക്കിയാൽ, സാക്ഷ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ദൈവം അമ്മയുടെ മധ്യസ്ഥലെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ ആദ്യം ഒരു സാക്ഷി, ഇന്ന് ഈ ആഴ്ചയിലുണ്ടായ ഒരു സാക്ഷ്യം പറയാൻ. പെട്ടെന്ന് ആ സാക്ഷ്യം ഇപ്പോൾ 35,000 പേര് കൂടിയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ പോയിട്ട് ആ സാക്ഷ്യം ഒന്ന് നോക്കുന്നത് കൊള്ളാം. അതൊരു മാതൃകാ സാക്ഷ്യമാണ്. മാതൃകാ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റ് വൈസുകളും റിച്ചായിരിക്കും. ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളില്ലേ. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമ്പടി എപ്പോഴും ഈ ക്രിസ്തു എങ്ങനെയാണ്, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും അല്ലേ. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഇവിടെ കടലുണ്ട്, അതേസമയം തന്നെ തീരവുമുണ്ട്. കടൽ ശാന്തമാകുന്ന സ്ഥലമുണ്ട്, സമയമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. കടൽ പ്രക്ഷുബ്ധമാകുന്നത് നല്ല മഴയും കോളും ഉണ്ടാകുന്ന കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകും. അപ്പോൾ പ്രക്ഷുബ്ധമാകണ്ട മഴയും കോളും നമ്മൾ മാർച്ച് മാസത്തിലേ മാത്രമേ ഇപ്പോൾ വരൾച്ചയുള്ളൂ. നമ്മൾ ഡിസംബർ മാസം മുതൽ വരൾച്ച തുടങ്ങും. അപ്പം മാർച്ച് മാസം വരെയുള്ള വെള്ളം ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. ഈ ഭൂമിയിലെല്ലാം വെള്ളമെല്ലാം പോയി കായലിലും പുഴയിലുമൊക്കെ കെട്ടി വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാർച്ച് മാസത്തിലും നല്ല വരൾച്ച ഉള്ളപ്പോഴും ജപ്പാൻ കുടിവെള്ളമായിട്ട് ടാങ്കിലടിച്ച് കയറ്റിയിട്ട് ബ്ലീച്ച് ചെയ്ത് നമുക്ക് തരികയാണ്. അപ്പോൾ ഈ സമയത്ത് മഴ വേണ്ട, കടൽക്ഷോഭം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകാത്തല്ലേ. പക്ഷെ നമുക്കെന്ത് പറ്റും, ഡിസംബർ മാസം മുതൽ വരൾച്ച ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എല്ലാം. ഈശോ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 20:13. മത്തായി 20:13. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതിതാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് ഓരോ പദ്ധതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളോട് അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവപിതാവ് ഈശോയോട് അനീതി ചെയ്തെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈശോ പറയണത് എനിക്ക് കിട്ടിയ പീഡാനുഭവത്തെ ഞാൻ അനീതിയായിട്ട് കാണുന്നില്ലെന്നാണ് പറയണത്. അതാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വീകരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ സങ്കടങ്ങളോട് അസഹിഷ്ണുത കാണിക്കേണ്ട. അതെന്താണ്, നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, വിളമ്പണത് ഭക്ഷിക്കുക. അതാണ് കർത്താവിൻ്റെ നിലപാട്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:8. ലൂക്ക 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അടുത്ത വചനം എന്താ? അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. അപ്പം നിങ്ങളെ സ്വീകരിക്കുന്നവർ, ഇപ്പം നിങ്ങളൊരു പത്രം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളോട് അയ്യോ ഇത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. അത് സ്വീകരിക്കുന്നവരുമുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. അപ്പോൾ അവരോട് സ്വീകരിക്കാനും പറഞ്ഞിട്ടില്ല, അവർക്ക് കൃപയില്ല. കർത്താവിനെ സ്വീകരിക്കാനുള്ള കൃപ അവർക്കില്ല. അപ്പം അവരോട് കർത്താവ് വിളിച്ച പോലെ കർത്താവിനോട് ഒരാൾ തർക്കിച്ചില്ലേ, ഞാൻ രാവിലെ മുതൽ പണിപ്പെടുന്നതാണ്, എനിക്കൊരു ധനാറ് കിട്ടിയെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയുന്നത്, സ്നേഹിത, നയപരോടാണ് സംസാരിക്കുന്നത്. സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും. സൗമ്യത ഒരു പ്രധാനപ്പെട്ട സുവിശേഷ വേലക്കാരനെ
പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൗമ്യത. ബേസിക്കായിട്ട് ആരാണ് ഉടമ്പടി എടുത്തവർ? കഴിഞ്ഞ ദിവസങ്ങളിലെ ടിജി ജസ്റ്റോ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷിയുണ്ട്. അപ്പോൾ അവള് ടിജി ജസ്റ്റോ നല്ല സാക്ഷിയാണ്, നിങ്ങൾ വായിക്കണേ. ഈ സാക്ഷ്യത്തിൻ്റെ ഇതിൻ്റെ ബയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയണത് ജീവശാസ്ത്ര വളർച്ച എന്ന് പറഞ്ഞ രസമാണ്. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ ടിജി പറയണത്, ഞാൻ കാനഡയിൽ -30 ആകുമ്പോൾ ഞാൻ 3/4 മണിക്കൂർ നടന്നു കൊണ്ടുപോയി ഈ പത്രം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രമാണ് അവർ വാങ്ങിക്കുന്നത്. ഒരു കെട്ടല്ല 5 കെട്ട് പത്രമാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ 5 കെട്ട് മേടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് കൊടുക്കാൻ ഞാൻ ആൾക്കാർ അറിഞ്ഞവർക്ക് കൊടുക്കത്തില്ല, ഞാൻ ഇംഗ്ലീഷുകാർക്കാണ് കൊടുക്കണത്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഇംഗ്ലീഷുകാരെ നോക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉൾനാട്ടിലേക്ക് നടന്നു പോകേണ്ടി വരും. അപ്പം നടക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അവിടെ ചെന്നപ്പോൾ അന്ന് 20 പോസിറ്റീവ്, +20. 20 പോലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഇവരെന്താ പറയണത്? 50 പറയണത്. 20 കൂടിയിട്ട് 0 ആയിട്ട് പിന്നെ -20. നമ്മുടെ കൈ പുറത്ത് വന്നാൽ മരവിച്ചാൽ ചിലപ്പോൾ അത് ചെത്തിക്കളയാനേ പറ്റത്തുള്ളൂ. -30 എന്ന് പറയണത്. -30 ഈ കൃപാസനം പത്രം കൊണ്ട് ഇംഗ്ലീഷുകാർ കർത്താവിനെ നിന്ന് അകന്നു പോകുന്ന ഇംഗ്ലീഷുകാരെ തിരക്കി ഇവർ പോവുകയും. അപ്പോൾ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, സാർ ഐ എം എ മരിയൻ മിഷണറി. പരിചയപ്പെടുത്തണത് തന്നെ കേട്ടാൽ നമ്മുടെ തൊണ്ടയിടറും. എന്തോ ഒരു വല്ലാത്തതാണ്. ഇത് അവരോട് പറയണത്, സാർ ഐ ആം എ മരിയൻ മിഷണറി. എന്താണ്? ഞാൻ ഈ മഞ്ഞിൻ്റെ അകത്ത് നടന്ന് ഇവിടെ വന്ന് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാനൊരു മരിയൻ മിഷണറി ആയതുകൊണ്ടാണെന്ന്. കർത്താവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു പ്രേക്ഷിതയാണ്. ഇതാണ് ഈ പ്രേക്ഷിതരെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങളുടെ വിഷയം മറക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. ഇതാണ് ഉടമ്പടിയിൽ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷയം നിങ്ങൾ മറക്കണം. നമുക്ക് ചില സമയത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കത്തുമില്ല, നമ്മുടെ വിഷയം തന്നെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി. ചിലർക്കത് ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അതാണ്. നമ്മുടെ വിഷയം ദൈവത്തെക്കുറിച്ച് ഓർക്കണത് രാവിലെയുള്ള പ്രത്യക്ഷ പ്രാർത്ഥന ഓർക്കും. വൈകുന്നേരം നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അതും പ്രത്യക്ഷീണ പ്രാർത്ഥന പോലെ തന്നെ മസ്റ്റാണ്, പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിവിടെ തിരികെത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രഖ്യാപനം ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ താവരെ ഇരുന്ന് വൈകുന്നേരം ചില സമയത്ത് വീട്ടിലുണ്ടാകത്തില്ല. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ ചിലർ 11 മണിയാകുമ്പോൾ ആ പ്രത്യക്ഷ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളവിടെ ഇല്ലെങ്കിൽ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സന്ധ്യക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അപ്പോഴെന്താ എന്താ അപ്പോൾ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും. നിങ്ങളിപ്പോൾ ടിജിയുടെ അവസ്ഥ കണ്ട, ടിജിനെ കണ്ടാൽ ഇനി ദൈവത്തോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ? ടിജി ദൈവത്തിൻ്റെ ആളാണെന്ന് അവൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ആളാണെന്നുള്ള കാര്യം. ഈ ഭൂമിയിൽ ഉടമ്പടി എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ദൈവത്തിൻ്റെ ആളാകാൻ വേണ്ടിയാണ് എടുത്തതെന്ന് പറയണം. നിങ്ങളെ പറയണ IELTS പാസ്സാകാനാണെന്നൊക്കെ പറയുന്നത്. IELTS പോലും ഈ ടിജിയുടെ ജസ്റ്റോ എന്നാണ് ഭർത്താവിൻ്റെ പേര്. ജസ്റ്റോയും ടിജിയും കൂടിയാണ് ഇപ്പോൾ കാനഡയിൽ പോയിരിക്കണത്. ഇപ്പം ജസ്റ്റോയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വേറെ ഒരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റോ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ല. പക്ഷേ ടിജിയെ കല്യാണം കഴിച്ചപ്പോൾ ഇവർ കുടുംബമായിട്ട് അവിടെ പോയതാണ്. കാരണം ടിജിക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ ഒരു ജോലി തിരക്കി പോയതാണ് കുടുംബസമേതം. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറേയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ജസ്റ്റോ എന്ന് പറഞ്ഞ ഭർത്താവിന് IELTS എഴുതാതെ അവിടുത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ജോലി സംബന്ധമായ കാര്യമോ വിസയോ PR ഒന്നും നടക്കത്തില്ല. അപ്പോൾ ജസ്റ്റോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എങ്ങനെയാണ് 10ാം ക്ലാസ് മാത്രം പാസ്സായ തനിക്ക് എങ്ങനെയാണ് IELTS പാസ്സാകാം? അത് മലയാളം മീഡിയത്തിലാണ്. എങ്ങനെ പാസ്സാകാൻ പറ്റണമെന്ന് അറിയത്തില്ല. പക്ഷേ ടിജി എന്താ പറയുക? ടിജിക്ക് ഭയങ്കര ഉറപ്പാണ്, നിങ്ങൾ എഴുത്, നമ്മളെ കൊണ്ടുവന്നത് മാതാവാണ് ഇവിടെ. ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. അന്ന് രാത്രിയിൽ ഒരാഴ്ചയായിട്ട് ഒരു മിനിറ്റ് പോലും രാത്രിയിൽ ഉറങ്ങാത്ത എൻ്റെ ഹസ്ബൻഡ് അന്ന് രാത്രിയിൽ പരിപൂർണമായിട്ട് സുഖമായിട്ട് ഒരു 12 മണിക്കൂറോളം കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ആ പനി പൂർണ്ണമായി വിട്ടുമാറി. എടുത്തിരുന്ന ആ ഡേറ്റിൽ തന്നെ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനും സാധിച്ചു. അടുത്ത സാക്ഷ്യം, ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപികയായിരുന്നു. അപ്പോൾ എൻ്റെ മോള് ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ രാവിലെ ഫോൺ വന്നു, ഇങ്ങനെ മോളൊരു ഓപ്പറേഷന് വിധേയമായിട്ട് അവിടെ US ഇങ്ങനെ ഒരു ഓപ്പറേഷന് വിധേയമാകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അന്ന് രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. അന്ന് രാത്രി 9:30 തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടെ പോയി. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് നമുക്ക് റിട്ടയർ ആകാതെ ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോയ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ മാനസികമായിട്ടൊരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റ് ഏജൊക്കെ കഴിഞ്ഞു. അപ്പം വീണ്ടും അൺഎയ്ഡഡ് ആയതുകൊണ്ട് എനിക്ക് ആ സ്കൂളിൽ വീണ്ടും 1 വർഷം കൂടി ജോലി ചെയ്ത് എൻ്റെ ആ ആഗ്രഹം സാധിക്കാൻ ദൈവം എനിക്ക് സാധിച്ചു തന്നു. പിന്നെ അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം, ഞങ്ങൾക്കൊരു ഭവനമുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഈ കോവിഡ് അതിരൂക്ഷമായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പുതിയ വീട് പണിയണമെന്ന് ഒരാഗ്രഹം ഉള്ളിൽ തോന്നി. അങ്ങനെ ഞങ്ങൾ കല്ലിട്ടു. പണി തുടങ്ങുന്ന ആ സമയത്ത് പണി തുടങ്ങിക്കഴിഞ്ഞ് അങ്ങ് ഈ ലോക്ക്ഡൗണും എല്ലാം ഭയങ്കരമായിട്ട് വന്നു. ഒരു സാധനങ്ങളും കടയിൽ കിട്ടാനില്ല, പണിക്കാർ വരുന്നില്ല, ആകെപ്പാടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഒരൊറ്റ ദിവസം പോലും ഒരു പണി ഇല്ലാതെ ഇരുന്നിട്ടില്ല. എങ്ങനെയെങ്കിലും കട തുറന്ന് സാധനങ്ങളും കിട്ടി, പണിക്കാരും വന്ന് 13 മാസം കൊണ്ട് ഒരു മനോഹരമായൊരു ഭവനം ദൈവം തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മൂലം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആൻ്റണി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. മരത്താക്കരയുടെ അംഗമാണ്. ഞാൻ അമ്മ മാതാവിനും തിരുകുമാരനും ആദ്യമായി നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ 2 അനുഗ്രഹങ്ങളാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ 2 അനുഗ്രഹങ്ങൾ നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം, 35 വർഷമായി പുകവലി ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ പുകവലി ഉടമ്പടി ഉപ്പ് കൊടുത്തതിന് ശേഷം പുകവലി മാറി കിട്ടി. രണ്ടാമത്തെ അനുഗ്രഹം, ഞങ്ങൾ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അന്നും ആ സമയത്ത് മഴ കുറവായിരുന്നു. പിന്നെ ഞങ്ങളുടെ കിണർ താഴ്ചയും കുറവായിരുന്നു. 5 കോല് താഴ്ച ഉണ്ടായിരുന്നുള്ളൂ. പാടം സൈഡാണ് ഞങ്ങളുടെ വീട്. അവിടെ 2019 മെയ് 11-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ജൂൺ 3-ാം തീയതി വരെ ഞങ്ങൾക്ക് അവിടെ മഴയെ ലഭിച്ചിരുന്നില്ല. ഞാനൊരു രാത്രി 11:30 സമയത്ത് വീട്ടിലേക്കുള്ള വെള്ളം പോലും ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിണറിൻ്റെ അടുത്ത് പോയി തിരി കത്തിച്ച് ഉടമ്പടി ഉപ്പ് ഗ്ലാസ്സിൽ കലക്കി കുരിശാകൃതിയിൽ ഒഴിച്ച് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ടായിരുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാം തിരുവചനം, കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു വചനത്തിലൂടെ എനിക്ക് ആ സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ
ഭയങ്കര കാറ്റോടുകൂടിയുള്ള മഴയും. ഞാൻ പിന്നെ പിറ്റേ ദിവസം അപ്പോൾ പിന്നെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 1.5 റിങ് വെള്ളം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവുക. ആ വെള്ളം ഇന്നും ഞങ്ങൾക്ക് സമൃദ്ധമായിട്ട് കിട്ടുന്നുണ്ട് വീട്ടിലത്തെ എല്ലാ ചെലവിനും. ഇത്രയും തന്ന ഈ 2 അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ 1000 നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വമുണ്ടാകട്ടെ. ആവേ മരിയ. എൻ്റെ പേര് എൽസി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൊല്ലക്കോട് ഉണ്ണിമിശിഹ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂലൈ 7-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഡിസംബറിൽ വന്നുപോയി. കൊറോണ കാരണം പിന്നെ വരാൻ കഴിഞ്ഞില്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗം മകള് OET പരീക്ഷയിൽ പാസ്സാകണം എന്നതായിരുന്നു. 3 പ്രാവശ്യം അവൾ OET പരീക്ഷ എഴുതി പാസ്സായില്ല. 4-ാം പ്രാവശ്യം അവൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് മാതാവിൻ്റെ ഉടമ്പടിയിൽ കിട്ടിയ കാശ് രൂപം അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അതുമായി പരീക്ഷ എഴുതാൻ പോയി. കയ്യിലാണ് കാശ് രൂപം പിടിച്ചിരുന്നത്. പരീക്ഷ ഹാളിലെത്തിയപ്പോൾ അത് പുറത്തു കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. പുറത്തെ ബാഗിൽ അതിനുള്ളിലുള്ള ബോക്സിലാണ് അവൾ കാശ് രൂപം വെച്ചത്. അതിനുശേഷം പരീക്ഷ എഴുതി തിരിച്ചു ചെന്നപ്പോൾ കാശ് രൂപം ഉണ്ടായിരുന്നില്ല. അമ്മ മാതാവ് അവൾക്ക് നല്ല സ്കോർ നൽകി, വിജയം നൽകി. അടുത്ത സാക്ഷ്യം, എൻ്റെ കാലിൽ അലർജി മൂലം പൊട്ടിയൊഴുകി അത് വ്രണമായിട്ട് അതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നു. കറുത്ത പാടുണ്ടായിരുന്നു. ഒത്തിരിയേറെ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ചയിലെ അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, വേദനയും ചൊറിച്ചിലും അലർജിയൊക്കെ ഉള്ള ആളുകൾ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി സങ്കടത്തോടെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. തേനും ഉപ്പും പുരട്ടി മാതാവ് അത്ഭുതകരമായി ഒരു പാട് പോലുമില്ലാതെ എനിക്ക് അടുത്ത സാക്ഷ്യം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മകൻ IELTS പരീക്ഷ എഴുതാൻ ഒരുങ്ങുകയായിരുന്നു. പരീക്ഷയുടെ തലേ ദിവസം ആ മകൻ്റെ പിതാവ് നന്നായി മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുകയും ആ മകനെയും അവൻ്റെ അമ്മയെയും നന്നായി തല്ലുകയും പോലീസ് കേസാവുകയും ചെയ്തു. പിറ്റേ ദിവസം പഠിക്കുവാനോ പരീക്ഷ എഴുതുവാനോ ഉള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. ഞാൻ ചെന്ന് ആ മകന് വിളിച്ചുണർത്തി അവൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടി കാശ് രൂപം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, മാതാവ് നിനക്ക് വിജയം തരും, മോൻ പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു വിട്ടു. പരീക്ഷ എഴുതി കഴിഞ്ഞ് അന്ന് ആ മകൻ പറഞ്ഞു, അമ്മ ചേച്ചിക്ക് ഈ കാശ് രൂപം കൊടുക്കണ്ട, എൻ്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പരീക്ഷയെല്ലാം കഴിഞ്ഞു. കാശ് രൂപം എനിക്ക് തിരിച്ചു തന്നു. അവർ 5 മക്കളാണ് പരീക്ഷ എഴുതിയത്. അതിൽ ആ മകൻ മാത്രം പരീക്ഷയിൽ പാസ്സായി. ആ മകൻ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു. അടുത്ത സാക്ഷ്യം, എൻ്റെ മകള് OET പാസ്സായി അയർലൻഡിൽ പോയി. അവിടെ ചെന്നാണ് എക്സാം എഴുതിയത്. 14 വിഷയമുണ്ടായിരുന്നു. 12 വിഷയത്തിന് അവൾ പാസ്സായി. ആ എക്സാം പിന്നെ ഒരു പ്രാവശ്യം കൂടി മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അവൾ ഒത്തിരി കരഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ 2-3 ദിവസം കഴിച്ചു കൂട്ടി. ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, നീയാണ് അവൾക്ക് വിജയം നൽകിയത്. ഈ പരീക്ഷയിൽ അവൾ പാസ്സായില്ലെങ്കിൽ അവൾ തിരിച്ചു വരണം. ഒത്തിരിയേറെ ബുദ്ധിമുട്ടോടെയാണ് അവൾ പോയത്. അതുകൊണ്ട് അമ്മ അവൾക്ക് വിജയം നൽകണം. അമ്മ അവൾക്ക് മാത്രമല്ല അവളുടെ കൂടെ എഴുതിയ എല്ലാ മക്കൾക്കും വിജയം നൽകി അനുഗ്രഹിച്ചു.